അപ്പോൾ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ഞാൻ തരും, അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ. പിന്നെ ഏരിയ പെരിമീറ്ററിൽ സ്ക്വയറും ജസ്റ്റ് റെക്റ്റാങ്കിൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കുണ്ട്. ആ ടോപ്പിക്കും പിന്നെ പേഴ്സൻറ്റേജ് പറഞ്ഞ ടോപ്പിക്കുണ്ട്, അത് നമുക്ക് നോക്കാം ഇന്ന് കേട്ടോ. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് എടുത്തു തുടങ്ങിയോ സ്കൂളിൽ? മറ്റേ ശതവീതം പറഞ്ഞിട്ട്, ശതമാനം എന്ന് പറഞ്ഞിട്ട് ഇല്ല അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് ശരിക്കും ഇത് കൂടുതലാണ്. നിങ്ങൾക്കിപ്പോൾ 5ാം ക്ലാസ്സിൽ ഇത് പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു പണിയാണ്. എന്നാലും പഠിച്ചാലേ പറ്റൂ. നമുക്ക് എക്സാംസിന് ഇതെന്ന് ചോദ്യം വരുന്നത് കാരണം അല്ലേ? അപ്പോൾ ശതമാനം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പേഴ്സൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ 1/100 എന്നതാണ് അർത്ഥം. ശതമാനത്തിനെ കുറിക്കുന്ന സിമ്പൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കും, പേഴ്സൻറ്റേജ് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കും. ഒരു കുഞ്ഞ് സൈഫർ പോലെയാണ് ഇട്ട് കൊടുക്കുക. ഓക്കെ. പിന്നെ നമ്മൾ വേഗം സ്പീഡായി ചെയ്യുമ്പോൾ ഇങ്ങനെ 2 കുത്ത് മാത്രം ഇട്ട് കൊടുക്കും. പക്ഷെ 2 സൈഫറാണ് ശരിക്കും ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ പേരാണ് പേഴ്സൻറ്റേജ്. ഇപ്പോൾ നമ്പർ 5 ഉണ്ടല്ലേ, ഇതിനെ പേഴ്സൻറ്റേജിൽ പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/100. 5% പറഞ്ഞാൽ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5/100. അപ്പോൾ 20% എത്രയായിരിക്കും? 20/100. 20/100. 10% എത്രയായിരിക്കും? 10/100. 25%? 25/100. പിന്നെ 100%? 100/100. ഈ 100/100നെ ക്യാൻസൽ ചെയ്താൽ 1 ആണ് വരിക അല്ലേ? 25 100ൽ 4 തവണയുണ്ട്. അപ്പം ഇതിൻ്റെ ആൻസർ പറഞ്ഞാൽ 1/4 ആണ്. 10 100ൽ 10 തവണയുണ്ട്. 20 100ൽ 5 തവണയുണ്ട്. 5 100ൽ 20 തവണയുണ്ട്. മനസ്സിലായോ? അപ്പോൾ 5% എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഫ്രാക്ഷനിൽ പറയണമെങ്കിൽ 5/20 എന്ന് പറഞ്ഞാൽ മതി. 20%നെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്താണ്? ഫ്രാക്ഷൻ വാല്യൂ. ഫ്രാക്ഷൻ പറഞ്ഞാൽ എന്താ? ഒരു ന്യൂമറേറ്റർ ഉണ്ടാവും, ഒരു ഡിനോമിനേറ്റർ ഉണ്ടാവും അല്ലേ? അതിനാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ 5% പറഞ്ഞാൽ 1/20, 20% പറഞ്ഞാൽ 1/5, 10% പറഞ്ഞാൽ 1/10, 25% 1/4, 100% 1. ഓക്കെ. ഇങ്ങനെ ഇരിക്കെ നിങ്ങളോട് ചോദിക്കുകയാണ് 35% എത്ര? ഓക്കെ. 35% ഫ്രാക്ഷൻ വാല്യൂ എത്ര? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 35/100 നോക്കുക. എന്നിട്ട് ഇതിൽ 5 എത്ര ടൈംസ് ഉണ്ട്? 7 ടൈംസ്. ഇതിൽ 5 20 ടൈംസ്. സോ 7/20. ഓക്കെ. 7/20. ഇങ്ങനെ കുറച്ച് വാല്യൂസ് നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ നമ്മൾ ഏതൊക്കെ കണ്ട്, ഇനിയിപ്പോൾ
നമ്മൾ കണ്ടത് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ 5%, 10, ഇനി 15, 20, 25 കണ്ടു, 35 കണ്ടു, 30% കാണണം, 45, 40 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. 5% പറഞ്ഞാൽ 5/10. 5 10-ൽ 2 തവണയുണ്ട്, അപ്പോൾ 1/2 ഫ്രാക്ഷൻ വാല്യൂ. 10%, 10/100, 1/10 ഫ്രാക്ഷൻ വാല്യൂ. അതുപോലെ 50, 15/100. 15-ൽ 5 3 തവണ, 100-ൽ 5 20 തവണ. 20% ഇപ്പം തന്നെ നോക്കിയുള്ളൂ, 1/5. 25 1/4. 35 7/20. 30 3/10 ആയിരിക്കും. എന്നു വെച്ചാൽ 30/100 ഇതും ക്യാൻസൽ ചെയ്തു എങ്കിൽ 3/10. നെക്സ്റ്റ് വൺ 45%. 45/100. 45-ൽ 5 9 തവണ, 100-ൽ 5 20 തവണ. 40/100. ഈ 0 ഒരു 0 ക്യാൻസലാവും. 4-ൽ 2 2 തവണ, 10-ൽ 2 5 തവണ. സോ 2/5. ഇങ്ങനത്തെ ഫ്രാക്ഷൻ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് വെക്കണം. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. എഴുതിയിരിക്കുന്ന വാല്യൂ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇതൊക്കെ മെമ്മറൈസ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഫ്രാക്ഷൻ വാല്യൂ കണ്ടു. ഇനി ഇതിനെ ഡെസിമലിലേക്ക് മാറ്റണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5% പറഞ്ഞാൽ 5/100 എന്ന് പഠിച്ചു, 1/20 എന്ന് പഠിച്ചു. ഇത് ഫ്രാക്ഷൻ വാല്യൂ ഡെസിമലിലേക്ക് മാറ്റണം. ഡെസിമൽ ഇതിലേക്ക് മാറ്റണം. അപ്പം എന്ത് ചെയ്യാം? ഇവിടെ 5/100 ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 0.05 എന്ന് എഴുതി കൂടെ അല്ലേ? 1 അല്ലേ? ഇവിടെ 5 ഉണ്ട്, 5-ന് താഴെ 100 ഉണ്ട്. അപ്പോൾ 5-ൻ്റെ മുന്നിൽ അല്ലെങ്കിൽ പോയിൻ്റ് ശേഷം 2 സ്ഥാനം വരണം. 1-ൻ്റെ ശേഷം 2 സൈഫർ വന്ന സ്ഥിതിക്ക് പോയിൻ്റ് ശേഷം 2 സ്ഥാനം വരണം. അപ്പോൾ ഇവിടെ 5 എന്ന് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. 5 ഒരു സ്ഥാനം, പിന്നെ ഒന്നുകൂടി വേണം. അവിടെ ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ 0 ഇടുന്നു, പിന്നെ പോയിൻ്റ്, പിന്നെ ഒരു 0. അപ്പോൾ 10% എന്ന് പറയുന്നത് എത്രയായിരിക്കും ഡെസിമലിൽ? ഡെസിമലിൽ എത്രയായിരിക്കും? 10/100. അപ്പോൾ നമ്മൾ ഡെസിമലിൽ എഴുതുമ്പോൾ എത്രയാണ് എഴുതേണ്ടത്? 1/20. 0. ഡെസിമലിൽ 1/10 ഓക്കെയാണ്, അത് ഫ്രാക്ഷനാണ്. ഡെസിമലിൽ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ 1/10-നെ ഡെസിമലാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. 10 പറഞ്ഞു കഴിഞ്ഞാൽ 1-ൻ്റെ ശേഷം ഒരു സൈഫർ. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് എന്താ? മേലെ ഉള്ളത് 1 ഉണ്ട്. നമുക്ക് പോയിൻ്റ് ശേഷം ഒരു സ്ഥാനം വരണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 0.1. ഓക്കെ. നമുക്ക് വേറെ എങ്ങനെയൊക്കെയാണ് ചോദ്യം ചോദിക്കുക എന്ന് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. "20% of 10 is what?" എന്ന് ചോദിക്കാറുണ്ട്. 20% പറഞ്ഞാൽ ഇപ്പോൾ 20/100 എന്ന് എഴുതിയിട്ട് വീണ്ടും നമ്മളിതിൽ ക്യാൻസൽ ചെയ്തു 1/5 എന്ന് എഴുതണതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? 20%-ന് നമ്മൾ ഫ്രാക്ഷൻ വാല്യൂ
1/5 തന്നെ വരും എന്നുള്ളത് മെമ്മറൈസ് ചെയ്ത് വയ്ക്കുക. ഇത് ഒരു ടേബിളാക്കി എടുത്ത് എഴുതിയിട്ട് ഇത് ഫ്രാക്ഷൻ വാല്യൂ ഇതേപോലെ ഇതിൻ്റെ ഡെസിമൽ വാല്യൂ ഒക്കെ ഞാനൊരു ടാബ്ലർ കോളം അയച്ചു തരാം. അത് നിങ്ങൾ എഴുതിയിട്ട് അത് മെമ്മറൈസ് ചെയ്യണം കേട്ടോ. മെമ്മറൈസ് ചെയ്യുമ്പോൾ എളുപ്പമാവും. അപ്പോൾ ഇത് വന്നിട്ട് 5/10 അല്ലേ, ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ 0.5. ഇങ്ങനെ ഓരോന്നും പഠിച്ചു വയ്ക്കുക. അതേപോലെ 20% ഉണ്ട്, അപ്പോൾ 1/5 എന്ന് ഡയറക്റ്റ് എഴുതി കൊടുക്കുക. ഓഫ് പറഞ്ഞാൽ എന്താ, ഇൻറ്റു 10 അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ 5 10ൽ 2 ടൈംസ്, സോ ആൻസർ 2. മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ. ഇത് നിങ്ങൾ പറയണം കേട്ടോ. 20% ഓഫ് ₹240. നിങ്ങൾ ചെയ്യേണ്ടത് 20% ഓഫ് 240 എത്ര വരുമെന്ന് പറയൂ. കറക്റ്റ്. സോ 1/5 വരും ഇൻറ്റു 240. 12 ആണോ? ഉറപ്പാണോ? 12 അല്ല. 5 24ൽ 4 ടൈംസ് ഉണ്ട്, 40ൽ 8 ടൈംസ് ഉണ്ട്. 48 വരെ, 12 അല്ല. 240നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 48 കറക്റ്റാണ്. കിഷാൻ ഇങ്ങനെ ചെയ്തോ, 1/20 ഇൻറ്റു 240 എന്ന് ചെയ്തോ, ഇങ്ങനെ ചെയ്തോ. ഇങ്ങനെയല്ല കേട്ടോ. 20% പറഞ്ഞാൽ 20/100 എന്നാണ് അർത്ഥം. 20% പറഞ്ഞാൽ എന്താ, വിച്ച് ഇസ് ഈക്വൽ ടു 20/100 എന്നാണ് അർത്ഥം. ഇത് വീണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 1/5 ആണ് വരിക കേട്ടോ. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. %50 is equal to. ഇപ്പം ഇത് 4 ഓപ്ഷൻസ് ഉണ്ട്. 1/2, 1/3, 1/4, 1/5. എത്രയായിരിക്കും? 1/5. 1/5. നന്നായി നോക്കൂ. 50%. 1/3. എത്രയാണ് ദയ? 1/3. 3യോ? നോ. 1/2. 1/2 ആണ്.
ഇതും ക്യാൻസലായി. 5 10 2 തവണ. സോ 1/2 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 20% ഓഫ് ഒരു മിനിറ്റ് 25% ഓഫ് 10 meter is. ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയൂ. മിസ് 25. എത്രയാണ്? 25% എങ്ങനെ എഴുതാം? 25/100 എന്ന് എഴുതാം. അതിനെ വീണ്ടും ക്യാൻസൽ ചെയ്താൽ 1/4 എന്ന് വരും. ശരിയല്ലേ? 100ൽ എത്ര തവണ 25 ഉണ്ട്? 4 തവണ ഉണ്ട്. ഓഫിന് പകരം നമ്മൾ എന്താ എഴുതേണ്ടത്? ഇൻറ്റു. ഇവിടെ 10. അപ്പോൾ ഇവിടെ 4ൽ നോ 5/2. മേലെ ന്യൂമറേറ്ററിൽ 5ഉം താഴെ ഡിനോമിനേറ്ററിൽ 2 കേട്ടോ. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 27. 20% of 70 is equal to. ഓപ്ഷൻസ് തരാം കേട്ടോ. 14 rupees, rupees ഉണ്ട്, 15 rupees, 16 rupees, 17 rupees. ₹50. No. ₹50. ഇല്ല. 70. No. 40. നിങ്ങൾ എല്ലാ ഓപ്ഷനും പറഞ്ഞു. ചെയ്ത് നോക്ക്. 20% പറഞ്ഞാൽ 20/100. ഇൻറ്റു ഓഫ് പറഞ്ഞാൽ എന്താ? ഇൻറ്റു 70. ചെയ്ത് നോക്കൂ. So 40. 14 കേട്ടോ. അപ്പോൾ 20% എങ്ങനെ എഴുതാം? 100. വീണ്ടും ഇതിനെ ക്യാൻസൽ ചെയ്താൽ എത്ര വരും? 1/5 എന്ന് വരും. ശരിയാണ്. അപ്പോൾ 20% പകരം ഞാൻ 1/5 എന്ന് എഴുതുന്നു. ഇനി ഓഫിന് പകരം ഇൻറ്റു. പിന്നെ റുപ്പീസ് ഇവിടെ എഴുതണമെന്ന് ആവശ്യമില്ല. നെക്സ്റ്റ് 70. ഇനി 5 70 എത്ര തവണ ഉണ്ട്? ജസ്റ്റ് ഡിവൈഡ് ചെയ്യൂ. 7 5 ഒരു തവണ, ബാലൻസ് 2 20. 20ൽ 5 4 തവണ. സോ ആൻസർ 14 rupees 14. അടുത്ത ക്വസ്റ്റ്യൻ. 26th question. 5/8 may be expressed as.
ഫസ്റ്റ് ഓപ്ഷൻ 50/80%, 62.5%, 55.5%, 70.5%. by 80, 60/80, 80. ഉറപ്പാണോ? ഇവിടെ വേറൊന്നും കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. 50/80 ഒരു പെർസെൻറ്റേജും കൂടി എക്സ്ട്രാ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള വാല്യൂ പറഞ്ഞാൽ 50/80 പെർസെൻറ്റേജ് എന്നുണ്ടല്ലേ. പെർസെൻറ്റേജിൻ്റെ അർത്ഥം എന്താ? ബൈ 100 എന്നല്ലേ. അപ്പോൾ 50/80 ഇൻറ്റു 100 എന്ന് വരും. നോക്കൂ, ഒരു നമ്പർ ഉണ്ട്, അത് എക്സ് എന്ന് എടുക്കൂ, പിന്നെ ഒരു പെർസെൻറ്റേജ് എന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? x/100 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ നമ്പർ 50/80 ആണ്. 50/80 ഡിവൈഡ് ബൈ 100 എന്ന് വരില്ലേ? ഇതെങ്ങനെ എഴുതുക? ഇവിടെ ഒന്നുമില്ലെങ്കിൽ താഴെ ഒന്നുണ്ടെന്ന് അർത്ഥമാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതുക? 50/80. ഇത് ഡിവിഷനാണല്ലോ. ഡിവിഷനെ മൾട്ടിപ്ലിക്കേഷനിൽ എഴുതുമ്പോൾ ഇത് തലകീഴെ എഴുതണം. സോ 1/100. സോ നമ്മുടെ ആൻസർ 50/800 എന്നാണ് വരിക. അപ്പോഴും നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5/80 എന്നാണ് വരിക. 5/8 എന്നല്ല വരിക. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? പറയൂ. ഇന്ന് ലീവാണോ എല്ലാവർക്കും? 5നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോ അതൊന്നുമല്ല. ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവിടെ ആൻസറിൽ എല്ലാത്തിലും എന്തുണ്ട്? പെർസെൻറ്റേജ് ഉണ്ട്. ശരിയല്ലേ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു 5/8 മേ ബി എക്സ്പ്രസ്ഡ് ആസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നൊന്നും എടുത്തിട്ട് ഓരോരോ വാല്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാക്ഷനിലേക്ക് മാറ്റി നോക്കണം. മനസ്സിലായ? ഇപ്പോൾ 50/80% എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് നോക്കി. അപ്പോൾ 5/80 എന്നാണ് നമുക്ക് വരുന്നുള്ളൂ ഫ്രാക്ഷൻ വാല്യൂ കേട്ടോ. ഇത് ഓപ്ഷൻ എന്ന് വേണം നമ്മൾ പിക്ക് ചെയ്യാൻ. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുകയും ചെയ്യുക, പക്ഷേ ഓപ്ഷൻ എന്ന് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ 62.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62.5/100 എന്നാണ് വരിക. ഓക്കെ, ഇതിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പോയിൻ്റ് കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പോയിൻ്റ് ഇവിടെ നിന്ന് മാറ്റണം. പോയിൻ്റ് ഇല്ലാതെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇല്ലാതെ ആക്കണമെങ്കിൽ ഇവിടെ പോയിൻ്റ് ശേഷം ഒരു സ്ഥാനമല്ലേ തന്നിരിക്കുന്നത്, അത് കളയാൻ ഒന്നിൻ്റെ ശേഷം ഒരു സൈഫർ കൊണ്ട്. അപ്പോൾ എത്രയാവും? 10. 10 കൊണ്ട് മേലെയും താഴെയും മൾട്ടിപ്പിൾ ചെയ്യണം. മേലെയും താഴെയും ഒരു നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ, സെയിം നമ്പർ വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ മാറില്ല. അപ്പോൾ 62.5 ഇൻറ്റു 10 പറഞ്ഞാൽ 625 എന്ന് മാറും. താഴെ 100 ഇൻറ്റു 10 എന്ന് വെച്ചാൽ 1000 ആയിട്ട് മാറും. ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്യൂ. ഓക്കെ, സോ ക്യാൻസൽ ചെയ്യുമ്പോൾ 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് നോക്കൂ. അപ്പോൾ 1000-ൽ 5 പറയുമ്പോൾ 10-ൽ 5 2 തവണ, പിന്നെ ബാക്കി 2 സൈഫർ താഴെ കിട്ടും. 625-ൽ 5 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6-ൽ 1 തവണ, ബാലൻസ് 1 വരും. 12-ൽ 2 തവണ, ബാലൻസ് 2 വരും. 25-ൽ 5 തവണ. ഇതെങ്ങനെ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 625-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 6-ൽ 5 1 തവണ, ബാലൻസ് 1. ഈ 2നെ ഇറക്കും. 2 5 10, ബാലൻസ് 2. ഈ 5നെ ഇറക്കും. 25-ൽ 5 5 തവണ, 125. താഴെ 1000 എന്നുണ്ട്. 1000-നെ ഇതേപോലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ.
10 5 2 തവണ ബാലൻസ് കഴിഞ്ഞു. ഈ 2 സൈഫർ ഇവിടെ എടുത്ത് എഴുതുക. അങ്ങനെയാണ് ഈ 125ഉം 200ഉം വന്നത്. മിസ്സേ എങ്ങനെ 5 കൊണ്ട് തന്നെ മൈനസ് ചെയ്ത് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം 5 കൊണ്ട് ഒരു നമ്പർ ഡിവൈഡ് ചെയ്ത് പോകണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 5ഓ അല്ലെങ്കിൽ 0ഓ ആയിരിക്കണം. അങ്ങനെയാണ് ഇതിൽ കോമൺ ആയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 പറഞ്ഞ നമ്പറിനെ എടുത്തത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയത് 125/200. വീണ്ടും 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 125-ൽ 5 25 തവണയുണ്ട്. 200-ൽ 5 40 തവണയുണ്ട്. 25/40. വീണ്ടും 5 കൊണ്ട് അടിച്ചാൽ 5/8 കറക്റ്റായിട്ട് വരും. സോ ആൻസർ 62.5 ആണ്. ഇത് വീണ്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വീണ്ടും നോക്കുക കേട്ടോ. വീഡിയോ വീണ്ടും കാണൂ. കണ്ട് ഈ ക്വസ്റ്റ്യന് ഒന്ന് എഴുതി നോക്കൂ. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമാണ്, നിങ്ങൾ തന്നെ പറയണം കേട്ടോ. 25% ഓഫ് 30% ഓഫ് ₹40 is equal to, വേഗം ചെയ്ത ആൻസർ പറയൂ. മിസ്സേ 12. ഓക്കെ, നോക്കാം. ഇത് 2 മൾട്ടിപ്ലിക്കേഷനിലല്ലേ ഉള്ളത് അല്ലേ, ന്യൂമറേറ്ററിൽ. അപ്പം 1200/100 എന്ന് ഇട്ടോളൂ. 12 കറക്റ്റാണ് കേട്ടോ. അതായോ? ഇതിങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 30/100 ഉണ്ട്, ഇൻറ്റു 40 ആണല്ലോ. ഇവിടെ ഒരു സൈഫർ, ഈ ഒരു സൈഫർ ക്യാൻസലായി. പിന്നെ ഈ ഒരു സൈഫർ ക്യാൻസലായി. 3 4s 12. ഇങ്ങനെയും പറയാം. ഒരുമിച്ച് ഞാൻ മൾട്ടിപ്പിൾ ചെയ്ത് മേലെ എഴുതി, താഴെ 100 എഴുതി കൊടുത്തു. പിന്നെ 2 സൈഫർ ക്യാൻസൽ ചെയ്യുക, 12 കിട്ടും. നീ ഇങ്ങനെ ചെയ്യും. വേറെ രീതിയിൽ ചെയ്യണം. പറഞ്ഞോ. നമ്മൾ ആദ്യ എക്സാമിന് പോകുമ്പോ അങ്ങനെ ചെയ്ത് നോക്കാൻ നമ്മൾ ബുക്ക് കൊണ്ടുപോകണം. ഇല്ലല്ല, അവർ റഫ് ഷീറ്റ് തരും. 30-ൽ 5 6 തവണയുണ്ട്. 100-ൽ 5 20 തവണയുണ്ട്. 20 40-ൽ 2 തവണയുണ്ട്. 6 × 2 12. ഇങ്ങനെ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. %150 is equal to what? Answer 1.5, 5.1, 0.15, 15.0. ഇതിൽ ഏത് ആൻസർ? 0.50. 0.50. നോ. മിസ്സേ 1.5. എത്രയാ?
1/5. നോ. 51. 1.5 കറക്റ്റാണ്. 1.5 കറക്റ്റാണ്. സോ 150/100 എന്ന് വരും. ഇപ്പം ഇതിനെ നമ്മൾ ഡെസിമലിലേക്ക് മാറ്റണം. അപ്പോൾ 1ൻ്റെ ശേഷം 2 സൈഫർ ഉണ്ട്. അപ്പോൾ പോയിൻ്റ് ശേഷം തീർച്ചയായിട്ടും 2 സ്ഥാനം വരണം. അപ്പോൾ നമ്മൾ എഴുതി വരികയാണ്. പോയിൻ്റ് ശേഷം 2 സ്ഥാനം വരണം. 0 എഴുതി, 5 എഴുതി, 1 എഴുതി, കഴിഞ്ഞു. 1.5 ആണ് ആൻസർ. ഈ 5ന് ശേഷം വരുന്ന ഈ 0 ഒക്കെ ഉണ്ടല്ലോ, 0ൻ്റെ ശേഷം ഒരു നമ്പറൊന്നും ഇല്ലെങ്കിൽ ഇതിന് വാല്യൂ ഇല്ല. അപ്പോൾ 1.5 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 84% ഈക്വൽ ടു 42/100, 42/50, 84/225, 8.4. 8.4. 8.4. ഇല്ല. 42/100. 42. കറക്റ്റ്. 42/100. ഇവിടെ നോക്കൂ, 84% പറഞ്ഞാൽ എന്താ 100. മിസ്റ്റർ 42/100 ഫസ്റ്റ് വണ്ണിലാണ്. ഇല്ല, അതും അല്ല ആൻസർ. ഇതാണ് ആൻസർ. 42/50 ആണ് ആൻസർ. നോക്കൂ, ഇതിപ്പോൾ ഈ ആൻസർ വരാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും. അത് തീർത്ത് തരാം. 84/100. 1ൻ്റെ ശേഷം 2 സ്ഥാനം വരണം. പോയിൻ്റ് ശേഷം 100 എന്ന് എഴുതിയപ്പോൾ 1ൻ്റെ ശേഷം 2 സൈഫറുള്ള സ്ഥിതിക്ക് പോയിൻ്റ് ശേഷം 2 സ്ഥാനം വരണം. ഇവിടെ 84 ആണ്. 4 എഴുതി, 8 എഴുതി. 0.84 എന്നുണ്ടെങ്കിൽ അതായിരുന്നു ആൻസർ. പക്ഷെ ഇവിടെ 8.4 എന്നാണ് തന്നിരിക്കുന്നത്. അത് കാരണം ഇതല്ല. ഇനി അടുത്തത് 42/100. നമുക്ക് വരുന്നത് 84/100 ആണ്. ഇനി ഇതിനെ വീണ്ടും 2 കൊണ്ട് 2 സൈഡും താഴെയും മേലെയും ഹരിച്ചുവെങ്കിൽ മേലെ 42 വരും, താഴെ 50 വരും. സോ 42/50 ആണ് കറക്റ്റ് ആൻസർ. അപ്പം മനസ്സിലായോ? ഒന്ന് ഇത്തിരി കട്ടി കൂടിയ ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. "90% of 300 plus 30% of 90 is equal to." ആദ്യം ഇതെടുക്കുക, ഇവിടെ ആൻസർ എഴുതുക. 297. ആണോ നോക്കാം കേട്ടോ. സോ 90/100 ഇൻറ്റു 300. ഈ 2 സൈഫറിന് ഈ 2 സൈഫർ അടിച്ചു കൊടുക്കുക. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 90 കിട്ടി. 90 ഇൻറ്റു 3 കിട്ടി. അപ്പോൾ 270 കിട്ടി. പ്ലസ് ഇവിടെ 30/100 ഇൻറ്റു 90. ഇതും ക്യാൻസലായി. അപ്പോൾ ഇവിടെ 27 കിട്ടുന്നത്. അപ്പോൾ ആൻസർ 270 പ്ലസ് 27, 297 ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ?
അടുത്ത ക്വസ്റ്റ്യൻ. 26.2% is equal to, first option 2.62, second option 0.262, third option 0.0262, fourth option 262.0. 0.262. Yes, 0. ഇതാണ് കറക്റ്റ്. Second one. സെക്കൻഡ് വൺ 26.2 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ പോയിൻ്റ് ശേഷം 2 ഡിജിറ്റും കൂടി വെക്കണം അല്ലേ, കരുതണം. ഇവിടെ ഓൾറെഡി പോയിൻ്റ് ശേഷം ഒന്നും കൂടി ഉണ്ട്, അപ്പോൾ 3 ഡിജിറ്റ് കരുതണം നമ്മൾ. അപ്പോൾ എഴുതുമ്പോൾ 262, ഇവിടെ 0.262 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ. 17/25 can be expressed in percentage. Yes. 1 34%, 2 68%, 3 17%, 4 25%. നമുക്കറിയാം 25% പറയുന്നത് 1/4 ആണെന്ന് അല്ലേ, അറിയില്ലേ? അപ്പോൾ ഇതായിരിക്കില്ല ആൻസർ. ഇനി ബാക്കി 3 ഓപ്ഷനിൽ ഏതായിരിക്കും എന്നുള്ളത് പറയാം. 17 വരില്ല. എന്ത് കാരണം? 17/100 എന്ന് വരണം. 17/25 34 ആണ്. നോക്കാം. നോക്കൂ അവന്തിക, 17/25 എന്ന് പറഞ്ഞ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 17% പറഞ്ഞാൽ എന്താ അർത്ഥം? 17/100 എന്നാണ്. ഇവിടെ 25 വന്നിരിക്കുന്നത്, അപ്പം അത് വരില്ല, ഈ ഓപ്ഷൻ വരില്ല. പിന്നെ 34% ഡയ പറയണം, നമുക്ക് ചെക്ക് ചെയ്യാം. 34 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതണം അല്ലേ. ഇത് അടിച്ചു കൊടുത്താൽ 17, ഇത് അടിച്ചു കൊടുത്താൽ 50 അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഇതുമല്ല. ആൻസർ 68%. 68 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 68-ൽ 4 വന്ന് 17 തവണയുണ്ട്. 100-ൽ 4 25 തവണയുണ്ട്. ഇതിന് 17ൻ്റെ ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കണം, എന്നാലാണ് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ ആൻസർ 68%. ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി, അതോടുകൂടി നമുക്കൊന്ന് നിർത്താം ഇന്നത്തെ ക്ലാസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസി. What is the percentage of 500 gram of per kg? അപ്പം എന്താ ചെയ്യണം? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, ഒരുപാട് തവണ എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഗ്രാമാണ്, ഇവിടെ കിലോഗ്രാമിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു യൂണിറ്റിലേക്ക് മാറ്റണം. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പോകും, പക്ഷേ ഇത് അത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ മതി കേട്ടോ, ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. നാളത്തെ അല്ലെങ്കിൽ ഇന്ന് ഈവനിങ് ക്ലാസ് ഉണ്ടാവും കേട്ടോ.